ഹായ്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സ് പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സാണ് ഇലാസ്റ്റിസിറ്റിയിൽ. സ്ട്രെയിൻ പറഞ്ഞു, സ്ട്രെസ്സ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, ഒരു റിലേഷൻഷിപ്പ്, നമ്മളുടെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് അറിയപ്പെടുന്നത് ഹുക്സ് ലോ എന്നാണ്. ഹുക്സ് ലോ, അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ എന്ന് നോക്കാം. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് the strain produced is directly proportional to the stress causing it. അല്ലെങ്കിൽ stress is directly proportional to strain within elastic limit. വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ലൈനിലുള്ള ലോ ആണ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഹുക്സ് ലോ പറയുന്നത്. ഇനി ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, അതായത് സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ. ക്ലിയർ അല്ലേ? ഇനി ഹുക്സ് ലോ പ്രകാരം നമ്മൾ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ. എന്താണ്? റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇ ആണ്, ക്യാപിറ്റൽ ഇ ആണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളെടുക്കുന്ന ഫോഴ്സിനും ഏരിയക്കും അനുസരിച്ചിട്ടാണ് എന്തിൻ്റെ യൂണിറ്റ് വരിക? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് വരിക. യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് സെയിം ആസ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റാണ് എന്തിന് വരിക? ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസിന് വരിക സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റ് തന്നെയാണ്. ഇപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. ഇതാണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഇനി സെയിം ഇത് തന്നെ, ഏത് സെയിം നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റൻ്റ് തന്നെ രണ്ട് വേറെ പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എൻ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മാറ്റം ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തായിരുന്നു? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ്സിനെ ഷിയർ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ.
ഇവിടെയും എന്ത് തന്നെയാണ്, യൂണിറ്റ് എന്തിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും എന്തിന് വരിക, മോഡുലസ് ഓഫ് റിജിഡിറ്റിക്ക് വരിക. കാരണം എന്താ, സ്ട്രെയിനിന് യൂണിറ്റ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രെയിൻ ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റും കൂടെ ഉണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ കെ. ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരുന്നു, ഇവിടെ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആയി. അപ്പോൾ എന്താണ് ഇനി പറയാൻ പോണത്, ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ കെ ഇസ് ഈക്വൽ ടു ഇവിടെ വോളിയമെട്രിക് സ്ട്രെസ്, വോളിയമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. വോളിയമെട്രിക് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണ് എന്ത്, ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് വരും, വോളിയത്തിൽ ചേഞ്ച് വരും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന സ്ട്രെയിനാണ് വോളിയമെട്രിക് സ്ട്രെയിൻ. അതിന് കാരണമായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെയും യൂണിറ്റ് എന്ത് തന്നെയാണ്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആയിരിക്കും, യൂണിറ്റ് ഓഫ് സ്ട്രെസ്. അത് എന്താണെന്ന് എഴുതാത്തതിന് കാരണം സ്ട്രെസ് ഏത് യൂണിറ്റിലാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി ഇതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരിക നോക്കാം. ഒന്ന് ഡയറക്റ്റായിട്ട് വരും. സ്ട്രെസ്സ് തന്നിട്ടുണ്ടാവും. സ്ട്രെസ് ഈസ് 100 kg/mm². സ്ട്രെയിന് തന്നിട്ടുണ്ടാവും എത്രയേ, ഇപ്പോൾ 100.1 തന്നിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 1000 kg/mm². കാരണം നമ്മൾ പറഞ്ഞു എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ഈ പറഞ്ഞ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് എന്തിന് വരിക, യങ്സ് മോഡുലസിന് വരിക. എല്ലാ കേസിലും അങ്ങനെ തന്നെ. രണ്ടാമത്തെ കേസ് വരാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ട്രെസ്സ് കാണാൻ നമ്മൾ പഠിച്ചു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ടാവും, ഏരിയ തന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, സ്ട്രെസ്സ് കണ്ടുപിടിക്കുക. അതുപോലെ സ്ട്രെയിൻ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ തന്നിട്ടുണ്ടാവും, ചേഞ്ച് ഇൻ ലെങ്ത്ത് ഒറിജിനൽ ലെങ്ത്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ഒറിജിനൽ ഏരിയ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്നും സെപ്പറേറ്റ് കണ്ടിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയോ മോഡുലസ് ഓഫ് റിജിഡിറ്റിയോ ബൾക്ക് മോഡുലസോ ഏതാന്ന് വെച്ചാൽ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്, ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്, ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ മെറ്റീരിയലിൽ ഈ 3 ടൈപ്പ്, ഓക്കെ, ഏതെങ്കിലും ഒരു തന്നിട്ടുള്ളൊരു മെറ്റീരിയലിൽ ഈ 3 ടൈപ്പ് മോഡുലസുകൾ എങ്ങനെയാണ് അവ തമ്മിലുള്ള റിലേഷൻ, അതിന് വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ്, ഇ ഇസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, യങ്സ് മോഡുലസ് ആണ്, 2n × 1 + 1/m. എന്നറിയാം, മോഡുലസ് ഓഫ് റിജിഡിറ്റിയാണ്. 1/m എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രെയിനൊക്കെ പഠിച്ചപ്പോൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ 1/m എന്ന് പറയുന്നത്. ഈക്വൽ ടു 3k × 1 - 2/m. 1 - 2/m. ഇതാണ് ഈ 3 മോഡുലസുകൾ തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ്. എൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് ആണ് എൻ. കെ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. 1/m എന്ന് പറഞ്ഞാൽ പോയ്സൺസ് റേഷ്യോ. ഇതാണ് ഈ 3 മോഡുലൈകൾ തമ്മിലുള്ള റിലേഷൻ. ഇ ഈസ് ഈക്വൽ ടു 2n × 1 + 1/m ഈസ് ഈക്വൽ ടു
3k × 1 - 2/m. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ പ്രോബ്ലംസ് ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി നമ്മളിതിൽ പറയാൻ പോണ കാര്യമാണ്, നമ്മൾ എന്തൊരു കാര്യവും, ഇപ്പോൾ നമ്മൾ സിവിലാണെങ്കിലും ഏത് ട്രേഡാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കുറേ ഡിസൈനിങ് ചെയ്യും ഇല്ലേ? ഇപ്പോൾ എല്ലാവരും കണ്ടുപരിചയമുള്ള നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാണാം ബീമൊക്കെ അല്ലേ, ഒരു 2 വാളിന് അപ്പുറത്തേക്കും ഇപ്പുറത്തും കൂടെ ബീം ഇങ്ങനെ പോണത് കാണാം. എന്താണ് ഈ ബീമിൻ്റെ പർപ്പസ്? ആ ബീമിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യണത്? മുകളിലുള്ള ഫുൾ ഭാഗത്തെ വെയിറ്റ് അല്ലെങ്കിൽ ഫുൾ ഭാഗത്തെ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും എവിടെയാണ്? ഈ പറഞ്ഞ ബീമിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ബീം എങ്ങനെ ഡിസൈൻ ചെയ്യണം? മുകളിലുള്ള ആ ലോഡിനെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം അത് ഡിസൈൻ ചെയ്യാൻ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 30 കിലോഗ്രാം വെയിറ്റ് തലയിൽ വെച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് വെച്ചിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോയി വെക്കാൻ കഴിയുമെന്ന് വെക്കുക. അതെനിക്ക് സേഫാണ്, കാരണം എനിക്കത് ചെയ്യാൻ പറ്റും, അതെനിക്ക് താങ്ങാൻ പറ്റും. നേരെ മറിച്ചിട്ട് എനിക്കൊരാളൊരു 40 കിലോഗ്രാം തലയിൽ വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഞാനത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, പക്ഷേ എനിക്കതുകൊണ്ട് നടക്കാൻ കഴിയില്ല. കാരണം എന്താ? എനിക്കത് താങ്ങൂല. ചിലപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യും? ആ ലോഡ് കൊടുക്കനെ വീഴുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോണത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 40 കിലോഗ്രാമിൻ്റെ കേസാണ്. അതായത് ഈ 40 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഫെയിലിയർ സംഭവിക്കാവുന്ന മിനിമം ലോഡ്, ആ ലോഡിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് ലോഡ്. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ അൾട്ടിമേറ്റ് ലോഡിൽ ഇപ്പോൾ ഒരു ബീം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അൾട്ടിമേറ്റ് ലോഡ് 1000 കിലോഗ്രാം ആണെന്ന് വെക്കുക. അതിനർത്ഥം എന്താ? 1000 കിലോഗ്രാം എത്തിക്കഴിഞ്ഞാൽ അതിന് ഫെയിലിയർ സംഭവിക്കും. ആ ബീം ചിലപ്പോൾ പൊളിഞ്ഞു ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അതിന് മാക്സിമം. പക്ഷേ ഫെയിലിയർ സംഭവിക്കുന്ന മിനിമം ലോഡുമാണ്. 1000ൻ്റെ മേലേക്ക് എവിടെ പോയാലും ഫെയിലിയർ ഉറപ്പാണ്. അപ്പോൾ 1000 കിലോഗ്രാമിനെയാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്? അവിടുത്തെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുക. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് കൊടുക്കാനില്ല. ഓക്കെ, ഇതിന് പറയുന്ന വേറൊരു പേര്, ഇപ്പോൾ നമ്മൾ ഫെയിലിയർ സംഭവിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതിനെ ബ്രേക്കിംഗ് ലോഡ് എന്നും പറയാം. ഓക്കെ, അത് ബ്രേക്ക് ആവണ ലോഡാണ്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, ലോഡ് ബൈ ഏരിയ എന്താണെന്ന് നമുക്കറിയാം, സ്ട്രെസ്സാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ്? അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദി ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ ലോഡിൽ നമ്മളുടെ ഈ പറഞ്ഞ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന് എന്ത് സംഭവിക്കും? ഫെയിലിയർ സംഭവിച്ച് തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഡിസൈൻ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ് അതിൻ്റെ മാക്സിമം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലേക്ക് 1000 ലോഡ് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതിൽ കുറവേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ സേഫായിട്ട് നമ്മൾ പറയുകയാണ് 800 കിലോഗ്രാം. ഓക്കെ, ആ ബീമിൻ്റെ മുകളിൽ 800 കിലോഗ്രാം ഉള്ളെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. കാരണം എന്താണ്? അതിൻ്റെ അവിടുത്തെ അൾട്ടിമേറ്റ് ലോഡ് 1000 കിലോഗ്രാമാണ്. അപ്പോൾ ഇതെന്താണ്? ആ ബീമിന് സേഫാണ്, ഒരു പ്രശ്നവും വരില്ല ബീമിന്. അപ്പോൾ ഈ ലോഡിനെ നമ്മൾ പറയുന്ന പേരാണ് സേഫ് ലോഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ലോഡ്. സേഫ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കൊരു 30 കിലോഗ്രാം, 40 കിലോഗ്രാമിൽ ഞാനിങ്ങനെ നിൽക്കും, അവിടെ നിന്നാണ് എനിക്ക് ഫെയിലിയർ സംഭവിക്കുക. പക്ഷേ 30 കിലോഗ്രാം എന്താ കൂളായിട്ട് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എൻ്റെ സേഫ് ലോഡ് എത്രയാണ്? 30 കിലോഗ്രാമാണ്. എൻ്റെ അൾട്ടിമേറ്റ് ലോഡ് എത്രയാണ്? 40 കിലോഗ്രാമാണ്.
40 കിലോഗ്രാം ആകുമ്പോഴേക്കും എനിക്ക് ഫെയിലിയർ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ എനിക്കത് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ തന്നെ കൊളാപ്സ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ബീമിൻ്റെ കേസിൽ 1000 നമ്മൾ 800 പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സേഫ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സേഫ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ, അതിനെന്താവും പറയുക? അൾട്ടിമേറ്റ് ലോഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിരുന്നു. എന്നാൽ സേഫ് ലോഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷനെ പറയുന്ന പേരാണ് സേഫ് സ്ട്രെസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, സേഫ് സ്ട്രെസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സേഫ് ലോഡായി, അൾട്ടിമേറ്റ് ലോഡായി, അൾട്ടിമേറ്റ് സ്ട്രെസ്സായി, സേഫ് സ്ട്രെസ്സായി. ഇനി എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്? ഇനി നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഡിസൈൻ ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിന് ഒരു നിങ്ങൾ ഡെയിലി കാണാൻ സാധ്യതയില്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവുന്നതാണ്. എവിടെയെങ്കിലും പോയിട്ട് ലിഫ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ മാക്സിമം കപ്പാസിറ്റി. കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലിഫ്റ്റിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും മാക്സിമം കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും 10 persons. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 750 kg. ഓക്കെ, മാക്സിമം കപ്പാസിറ്റി 10 ആളുകളാണ് അല്ലെങ്കിൽ 750 കിലോഗ്രാമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു 10-20 ആൾക്കാർ അതിൽ കൂടി അടിച്ച് കയറിക്കഴിഞ്ഞാൽ 750 കിലോഗ്രാമിൻ്റെ മുകളിലേക്കായിട്ടുണ്ടെങ്കിൽ അതിൽ അലാറം അടിക്കും, അത് ഓവർലോഡാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ? ആ ലോഡിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സേഫ് ലോഡല്ല അത്. നേരെ മറിച്ച് നമ്മളൊരു 5 ആൾക്കാർ കയറി, 5 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും 200 കിലോ ഉള്ള ആൾക്കാരൊന്നും ആവില്ലല്ലോ. സാധാരണ വെയിറ്റുള്ള 5 ആൾക്കാർ കയറിയാൽ എന്തായിരിക്കും? 750 കിലോഗ്രാമിൽ താഴെയായിരിക്കും. അത് വർക്ക് ചെയ്യാൻ സേഫാണ്. പക്ഷേ ഈ 750 ആണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലേക്കും അത് താങ്ങും. പക്ഷേ അതിന് ചിലപ്പോൾ അത്രയും ആൾക്കാരെയും കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സും സേഫ് സ്ട്രെസ്സും, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻറ്റോട് കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടേമുണ്ട്. ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി, ചിലപ്പോൾ FOS എന്ന് പറഞ്ഞ് കാണാം, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദി വർക്കിംഗ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ വർക്കിംഗ് സ്ട്രെസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന, അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ വർക്കിംഗ് സ്ട്രെസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. ഇതിന് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെയും സ്ട്രെസ്സാണ് താഴെയും സ്ട്രെസ്സാണ്. ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഈ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി, ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദി വർക്കിംഗ് സ്ട്രെസ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയെ ഇങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദി വർക്കിംഗ് ലോഡ്. ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം അൾട്ടിമേറ്റ് ലോഡ് എപ്പോഴും എന്തായിരിക്കും? വലിയൊരു സംഖ്യയായിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 1000 കിലോഗ്രാം. എന്നാൽ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2 ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്താൽ, ഇപ്പോൾ 1000/800 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ വാല്യൂ 1നേക്കാൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ ഡിസൈൻ എന്താണ്? പെർഫെക്റ്റ് ആണ്. ഈക്വൽ ടു 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. എപ്പോഴാണ് ഈക്വൽ ടു 1 ആവുക? മുകളിലുള്ളതും താഴെയുള്ളതും ഒരേ വാല്യൂ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈക്വൽ ടു 1 ആവുക. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മാക്സിമം
വർക്കിംഗ് ലോഡും അതേപോലെ അൾട്ടിമേറ്റ് ലോഡ് ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുകയാണ്. ഇനി വർക്കിംഗ് ലോഡ് അൾട്ടിമേറ്റ് ലോഡിനേക്കാൾ കൂടുതലാണെന്ന് വെക്കുക. അതായത് അത് ഒരു ലിഫ്റ്റിന് 750 കിലോഗ്രാമേ താങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് അതിൽ കയറുന്നതെന്ന് വെക്കുക. അതിന് സേഫാണോ? അല്ല. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ വാല്യൂ അൾട്ടിമേറ്റ് ലോഡ് ബൈ വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ 1 കിട്ടണം. 1 കിട്ടിയിട്ട് കാര്യമില്ല, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ ഇതിൽ പ്രോബ്ലം വരെ എങ്ങനെയാണ്, അൾട്ടിമേറ്റ് ലോഡ് ബൈ വർക്കിംഗ് ലോഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ 200 കിലോഗ്രാമാണ്. 200 കിലോഗ്രാമാണ്. അവിടുത്തെ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാമാണ്. അപ്പോൾ ഇവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 200/100 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1-നേക്കാൾ കൂടുതലാണ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇതിൽ പ്രോബ്ലംസ് വരാറ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇനി ഒരു ചെറിയ പോർഷനും കൂടെ ഈ ടോപ്പിക്ക് ഈ ചാപ്റ്ററിലുള്ളൂ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് എന്താണെന്നുള്ളത് ക്ലിയറായി. സേഫ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്, ഇവിടെ അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ലോഡ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദി വർക്കിംഗ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സേഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സേഫ് ലോഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.